പതിവ് പോലെ ആദ്യം ധ്യാന ശ്ലോകങ്ങളാണ്. ധ്യാന ശ്ലോകങ്ങൾ എഴുതി വെച്ച് ഫോട്ടോ കോപ്പി എടുക്കാൻ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് നാളെ മുതൽ ആവാം. അറിയാവുന്നവർ കൊണ്ട് ജപിക്കുക, അല്ലാത്തവർ ഭക്തിയോടുകൂടി ഭഗവാനെ ധ്യാനിച്ചിരിക്കുക എന്നർത്ഥം. ഓം ജന്മാദ്യസ്യേതവന്വയാദിതരതച്ഛാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂര്യഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോച്ഛിതകൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. മറ്റേ നാരായണീയരുടെ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര ഋതുഭിശുശ്രൂഷഭിത്തക്ഷണാത് നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ യം പ്രവ്രജന്തമനുവേദമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതുത്വം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവം അഖിലശ്രുതിസാരമേഘം അധ്യാത്മദീപം അതിഥിദേശതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണ അഷ്ടോത്തര ഇതിൽ നാരായണീയ മാഹാത്മ്യത്തിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ധ്യാന ശ്ലോകമായിട്ടുള്ള ശ്ലോകം. ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. നമാമി കൃഷ്ണം കരുണാപയോധിം. ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് ഇന്ന് എടുത്തിട്ട് നാളെ മുതൽ കിട്ടും. അതുപോലെ ഭട്ടവാദരെ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ സുഹൃത്തും ഇപ്പോഴത്തെ പുഷ്പാഞ്ജലി സ്വാമിയാരുമായ പൂർവാശ്രമത്തിൽ ഉറവങ്കര അച്യുതൻ നമ്പൂരി എന്നറിയപ്പെടുന്ന ഇന്നത്തെ സ്വാമിയാരുടെ രചനയിൽ ഭട്ടതിരിപ്പാടിനെ നമസ്കരിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകം. ധീമന്ദിരോന്മഥിത ഭാഗവതാബ്ധിസാര നാരായണീയ നവസൂക്തി സുധാമതല്ലീം മർത്യായ ഭൂരികൃപയാ ദദതേ പുരായോ നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ നാരായണീയത്തിൻ്റെ ധ്യാന ശ്ലോകമായിട്ട് നമ്മൾ ഒന്നാമത്തെ മന്ത്രം ജപിക്കും. തുടർന്ന് നാലാമത്തെ ദശകം മുതൽ പാരായണം ആരംഭിക്കും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ സദ്ഗുരുനാഥ ശരണം. ഓം ശ്രീ മഹാഗണപതീ നമഃ. ഓം ശ്രീ മഹാസരസ്വത്യൈ നമഃ. നാലാമത്തെ ദശകം വായിക്കൂ. ഇന്നലെ ആശ കൊടുത്തതല്ലേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. കല്യതാം മമ പുരുഷതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ബ്രഹ്മചര്യദൃഢതാദിപ്രിയമൈരാപ്ലവാദിനിയമൈ ച പാവിത കുർമഹേ ദൃഢമമീ സുതാസനം പങ്കജാദ്യമഭിവാ ഭവത്പരാ.
താരമന്തരനു ചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദതാപകൃത്യാസ്മകേ ഭവതുപാസനോന്മുഖാഃ അസ്ഫുടേ പപുഷിതേ പ്രയത്നതോ ധാരയേ മതിഷണാം മുഹുർമുഹുഃ തേന ഭക്തിരസമന്തരാഗ്രതാം ഉദ്വഹേമ ഭവദന്ത്രിചിന്തകാഃ വിസ്ഫുടാവയവഭേദസുന്ദരം ത്വത്പപുഃസുചിരശീലനാവശാत् അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാत् ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാകൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവ ഭാസതേ തത്സമാസ്വദനരൂപിണീ സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശിതാ പുനരദ പരിച്യുതൗ ആരഭേ മഹിഷ ധാരണാധികം ഇത്തമഭ്യസന നിർഭയോല്ലസത് ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലികാം യദാഃ സഞ്ജനേമ ശുഗനാരദാധിപത് ത്വത്സമാധിവിജയേതു യഃ പുനർമംസു മോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശയൈരുന്നയത്ത ച സുഷുമ്നയാ ശനൈഃ ലിംഗദേഹമപി സന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോകകുരുതീതുമൂർത്തതഃ സാർദ്ധമേവ കരണൈർനിലീയതേ അഗ്നിവാസരവർഷപക്ഷകൈരുത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ ആസ്ഥിതോ തമഹരാലയേ യഥാ ശേഷവക്ത്രദഗനോഷ്മണാപ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസഃ പദമദഃ പുരൈവ വാ തത്ര വാ തവ പദേ തവാ വസൻ പ്രാകൃതഃ പ്രളയയേതി മുക്തദാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിധിജ്യ ജഗദണ്ഡമോജസാ തസ്യ ജക്ഷിതി പയോ മഹോ നിരത്യോ മഹത്പ്രകൃതി സപ്തകാവൃതീഃ തത്തദാത്മകതയാ വിശൻ സുഖീ യാതിതേ പദമനാവൃതം വിഭോ അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ പിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരേ നമഃ. ഭട്ടതിരിപ്പാടിൻ്റെ പ്രലാപം കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു. രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഭഗവാനെ ശ്രദ്ധയോടുകൂടി പൂജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനുള്ള ശക്തിയെങ്കിലും ഉണ്ടാവണേ, രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭട്ടതിരിപ്പാടിന് തന്നെ തോന്നി ഇത്ര അങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ടിയിരുന്നില്ല, ഭഗവാൻ യുക്തം പോലെ ചെയ്യട്ടെ. പിന്നീട് ഇനി ഭക്തി പ്രാർത്ഥനകളാണ് സൂചിപ്പിക്കുന്നത്. ഭാഗവത സംഗ്രഹമാണ് നാരായണീയം എന്ന് നമുക്ക് എപ്പോഴും അറിയാം. ആ സംഗ്രഹം സ്തോത്രകാവ്യമായിട്ടാണ്. അതാണ് ഭാഗവതവും വ്യത്യാസം. ഭാഗവത മഹാപുരാണത്തെ സ്തോത്രകാവ്യമായിട്ട് സംഗ്രഹിച്ചു. അതാണ് നാരായണീയത്തിൻ്റെ പ്രാധാന്യം. ഈ ദശകത്തിൽ അഷ്ടാംഗയോഗത്തെ ആണ് സൂചിപ്പിക്കുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ. അതിലാദ്യത്തെ 5 ബഹിരംഗ സാധനയും പിന്നത്തെ 3 അന്തരംഗ സാധന. ധാരണ, ധ്യാനം, സമാധി ഇത് അന്തരംഗ സാധനയാണ്, സൂക്ഷ്മമാണ്, മറ്റത് സ്ഥൂലമാണ്. ആ വ്യത്യാസം അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ട് നമ്മൾ ഇതിലേക്ക് പോകുന്നില്ല. ഓടിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്ത ദശകത്തിലേക്ക് കടക്കും. ഇവിടെ ഭഗവാനോട് പ്രാർത്ഥിച്ചത് അത്രയ്ക്കുള്ള അത്യാവശ്യം എനിക്ക് ആരോഗ്യം തരണം. എത്രയ്ക്ക്? ഭഗവാനെ പൂജ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ എന്താ? വിഷയാസക്തി ഇല്ലാതാണ്. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതി മാമനുസ്മരത ചിത്തം മയ്യേവ പ്രകൃതി. ഉറപ്പായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവ ഉപദേശ രൂപേണ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അതുകൊണ്ട് വിഷയധ്യാനത്തെ അത് ഭഗവത്ഗീതയിൽ നേരത്തെ കൂട്ടി സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ധ്യായതോ വിഷയാൻ പുംസാഹ എന്ന് തുടങ്ങുന്നത്
ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് വരെയുള്ള ഭാഗം. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കുള്ള ആരോഗ്യം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഭഗവാൻ പ്രസാദം എനിക്കുണ്ടാകട്ടെ. അതിന് ഈ പറഞ്ഞ ആസനം ആദ്യം സൂചിപ്പിച്ചു. പിന്നെ അതുപോലെ ഓരോന്ന് പ്രാണായാമത്തെ 3-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. അതുപോലെ ധാരണ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു. പിന്നെ ധ്യാനയോഗത്തെക്കുറിച്ച് 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. കാരണം ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് പരിശീലിക്കാൻ ഇതല്ല അവസരം. രാവിലെ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു ട്രയൽ ചെയ്തു. അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ജീവിതത്തിൽ ധ്യാന പരിശീലനം നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കണം. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് ആ ഒരു ഭാവത്തിൽ എത്തിയിട്ട് എപ്പോഴും ഭഗവാന്റെ രൂപം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ രൂപവും മറയണം. സ്ഥൂലം നേരത്തെ പറഞ്ഞു, സഗുണസാകാരം, സഗുണ നിരാകാരം, പിന്നീട് പൂർണ്ണ നിർഗുണ നിരാകാരം. അങ്ങനെ യോഗാഭ്യാസമൊക്കെ അഭ്യസിച്ച് കഴിയുമ്പോൾ അങ്ങനെ മുക്ത ഭക്ത കുലമൗലിത ജീവൻ മുക്തന്മാരായിട്ട് എത്രയോ പേരങ്ങനെ നടക്കുന്നില്ലേ. അവിടെ ശുക നാരദാധിപത് 8-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. ശുകനെ പോലെയും നാരദാദികളെ പോലെയും ഒക്കെ അല്ലേ. ശ്രീ ശിവബ്രഹ്മർഷിയുടെ അവസ്ഥ നമ്മൾ കണ്ടു, വിശദമായിട്ട് ചർച്ച ചെയ്തില്ലെങ്കിലും. പ്രവ്രജന്തം അനുവേദം അഭേദകൃത് അല്ലേ. എന്താ ഒരവസ്ഥ എന്ന് ആലോചിച്ചു. ബാഹ്യലോകത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ, ബാഹ്യലോകത്തെക്കുറിച്ച് ബോധമില്ലാതിരിക്കണമെങ്കിൽ ആദ്യം അവനവൻ്റെ ദേഹത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാതെയാകണം. മദിരാമദാന്ത എന്നെല്ലാം നമ്മൾ ഉദാഹരണം സൂചിപ്പിച്ചു. അങ്ങനെയൊക്കെ സാധിച്ചാലും ഈ പരിശീലനമൊക്കെ കൊണ്ട് ലിംഗദേഹം 10-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചതാണ്. ലിംഗദേഹം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരവും ഇല്ലാതെയാകണം. അതെങ്ങനെ പോകും എന്നുള്ള ഒക്കെ സൂചിപ്പിച്ചു. സ്ഥൂല ശരീരം കർമാവസാനം പ്രാരബ്ധകർമ്മം തീരുന്നതോടുകൂടി സ്ഥൂല ശരീരം പെർപെൻഡിക്കുലറായിട്ട് പോകുന്നതൊക്കെ ഹൊറിസോണ്ടലായിട്ട് സംശയമൊന്നുമില്ല എന്നർത്ഥം. അത് സംഭവിക്കും. ഹരിയാം ഹരിയാം വരെ വരെ വരെ. അതുകൊണ്ട് അതും ഇല്ലാതാകണം. അതിന് കാരണമായ കാരണശരീരവും ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇല്ലാതാകുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. മറ്റൊരംബിക കാരണശരീരവും ഇല്ലാതായെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇല്ലാതാകും. സ്ഥൂല ശരീരം വേറെ ആയിട്ട് പോകും, കാരണ സൂക്ഷ്മ ശരീരങ്ങൾ ഒന്നിച്ച് ഇല്ലാതാകും. സൂചിപ്പിച്ചു. അത് കഴിഞ്ഞുള്ള അതിൻ്റെ ആ യാത്രയൊക്കെ സൂചിപ്പിച്ചു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദശകങ്ങളുള്ള അധ്യായം ഇതാണെന്ന് തോന്നുന്നു അല്ലേ. ഈ ശ്ലോകങ്ങളുള്ള 15 ശ്ലോകങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ. ആവറേജ് 10 ആണെങ്കിലും ഇതിൽ 15 ശ്ലോകങ്ങൾ സൂചിപ്പിക്കും. അങ്ങനെ സുദീർഘമായ ഒരു ദശകം നമ്മൾ വളരെ പെട്ടെന്ന് കണ്ടു. വിശദമായിട്ട് ചർച്ച ചെയ്യാനുള്ള സ്കോപ്പ് ഒന്നും ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 5-ാമത്തെ ഇതിലേക്ക് പോകും. ഉമ വായിക്കൂ 5-ാമത്തെ ദശകം. ഇന്ന് വന്നവരാരെങ്കിലും വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇടവേളയിൽ പേരൊന്ന് എഴുതിയിട്ടുള്ളൂ. പിന്നെ ഇതിലെ ലിസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ പറയുക. ഉമ വായിക്കൂ 5. कालकर्मगुणाश्च जीवनिवहा विश्वं च कार्यं विभो लीलारदिमेयुषि त्वयि तदा निर्लीनदा माययुः तेषां नैव वदन्त्य सत्त्वमयि भो शक्यात्मना तिष्ठदां नो चेत् किं गगनप्रसूनसदृशां भवेत्सम्भवः एवं च द्विपरार्थकालविगदा वीक्षांसि सृक्षात्मिकां विभ्राणे त्वयि चक्षुषे त्रिभुवनी भावाय माया स्वयं माया दत्खलु कालशक्तिरखिलादृष्टं स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदधुस्तस्या सहायस्त्रियां माया सन्निहितो प्रविष्टवपुषा साक्षी दिगीतो भवान्
भेदैस्तां प्रतिबिम्बतो विविशिवान् जीवो विनैवापरः कालादिप्रतिबोधिताथ भवदा सञ्चोदिता च स्वयं माया सा खलु बुद्धितत्त्वमसृजत् योऽसौ महानुच्यते तत्रासौ त्रिगुणात्मको बीजमहान् सत्त्वप्रधानस्वयं जीवेऽस्मिन् खलु निर्विकल्पमहमित्युद्बोधनिष्पादकः चक्रेऽस्मिन् सविकल्पबोधकमहं तत्त्वं महान् खल्वसौ सम्मुष्टं त्रिगुणैस्तमोऽधिबहुलं विष्णो भवत्प्रेरणात् सोऽहं च त्रिगुणक्रमा त्रिविधदामासु आसाद्य वैकारिको भूयस्तैजसतामसाविधि भवन्नाद्येन सत्त्वात्मना देवानिन्द्रियमानिनो कृतदिशावादार्थवाश्यश्विनो वन्नीन्द्राच्युतमित्रगान् विदुरिति श्रीरुद्रशारीरकान् भूमन् मानसबुद्ध्यहङ्कृति विलच्चित्ताख्यवृत्त्यन्वितं तच्चान्तःकरणं विभो तव बलात् सत्त्वांश एवासृजत् जातस्तैजसदो दशेन्द्रियगणस्तत्तामसांशात् पुनः तन्मात्रं नभसो मरुत्पुरपदे शब्दो जनित्वद्बलात् शब्दात् व्योमततः सच्चिद्भविभो स्पर्शं ततो मारुतं तस्माद् रूपमदो महोधचरसं तोयं च गन्धं महीम् एवं माधव पूर्वपूर्वकलनाद्याद्यात् ब्रह्मान्विदं उदग्राममिमं त्वमेव भगवन् आकाशयस्तामसात् एते भूतगणास्तथेन्द्रियगणा देवाश्च जाता पृथङ् दोषे गुरुभुवनाण्डनिर्मितिविधौ देवैरमीभिस्तदा त्वं नानाविधसूक्तिभिर्नुतगुणतत्त्वान्यमून्यामिशन् चेष्टाशक्तिमुदीर्यतानि हृदयन् ऐरण्यमण्डं यथा अण्डं तद्खलु पूर्वसृष्टसलिले तिष्ठत्सहस्रं समा निर्भिन्दन्न वृथा चतुर्दश जगद्रूपं विराडाह्वयं साहस्रैकरपादमूर्धनिवहैर्निशेषजीवात्मको निर्भादोऽसि मरुत्पुराधिपा समां त्रायस्व सर्वामया सर्वत्र गोविन्दनाम संकीर्तनं ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിൻ്റെ ചർച്ച കഴിഞ്ഞു. കൃത്യം വേട്ടുവേട് അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരു സംഗ്രഹമായിരുന്നുണ്ട്. ഇവിടെ ഭട്ടതിരിപ്പാട് അടുത്ത രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിലാദ്യം പ്രപഞ്ചത്തിൻ്റെ ആവിഷ്കാരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ആവിഷ്കാരം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു. ഓരോ കൽപ്പത്തിൽ എല്ലാം ക്ഷയിക്കുമ്പോൾ എല്ലാം ലയിച്ച് സ്ഥൂലത്തിൽ അത് ഓർത്തിരിക്കുന്നത് എന്തായിരിക്കുന്നത്, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വന്ന് മൂലപ്രകൃതിയിലെത്തി ഭഗവാനിലേക്ക് ലയിക്കുന്നത് ലയം, അതാണ് പ്രളയം. 4 തരം പ്രളയത്തെക്കുറിച്ചൊക്കെ ശ്രീമദ് ഭാഗവതം 12ാമത്തെ സ്കന്ധത്തിൽ ചർച്ചയുണ്ട്. നിത്യ, നൈമിത്യ, പ്രാകൃത, ആത്യന്തിക, ഇങ്ങനെ 4 തരം പ്രളയങ്ങൾ. ആ പ്രളയം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ അടുത്ത കൽപ്പമാകുമ്പോൾ എല്ലാം ആവിർഭവിക്കും. അത് സൂക്ഷ്മത്തിൽ നിന്ന് ഇതാണ് സൃഷ്ടിയുടെ പ്രോസസ്. അങ്ങനെ ഓരോ തവണ സൃഷ്ടിയുടെ പ്രോസസ് ആദ്യം വരുമ്പോൾ എന്ത് വരും? ഭഗവാൻ ആദ്യം ഒരു വിരാട് പുരുഷൻ്റെ രൂപത്തെ സ്വീകരിക്കും. അതായത് എല്ലാറ്റിൻ്റെയും കൂടെ ഒരു സം ടോട്ടലായിട്ടുള്ള ഒരു രൂപത്തെ പ്രാപിക്കും. അതാണ് ഈ അധ്യായത്തിലെ ഈ ദശകത്തിലെ വിഷയം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അധ്യായം എന്ന് പറഞ്ഞു പോകും, കാരണം കൂടുതൽ ഭാഗവതം പറയുന്നതുകൊണ്ട് അതിലൊരു പ്രശ്നം തോന്നരുത് എന്ന് അപേക്ഷ. അപ്പോൾ ഇതിൽ ആ വിരാട് പുരുഷൻ്റെ ഉൽപ്പത്തി സൂചിപ്പിച്ചിട്ട് അടുത്ത അധ്യായത്തിലാണ് ആ വിരാട് സ്വരൂപത്തെ വർണ്ണിക്കുന്നത്. ആ വിരാട് പുരുഷൻ്റെ വർണ്ണനയാണ് നമ്മളിവിടെ രാവിലെ പുരുഷ സൂക്തമായിട്ട് ജപിക്കുന്നത്. ഏറ്റവും പഴയ വേദമാണ്, ആദ്യം ഉണ്ടായതാണ് ഋഗ്വേദം. അതിലെ ഏറ്റവും ഇതായിട്ട് സൂചിപ്പിക്കുന്ന സൂക്തമാണ് പുരുഷ സൂക്തം. ഇതിൽ ആ വിരാട് രൂപത്തിൻ്റെ ഇതിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രളയം ഒക്കെ കഴിഞ്ഞു, ഇനി അടുത്ത സൃഷ്ടി ആരംഭിക്കണം. അതിനു മുമ്പായിട്ട് രാത്രിയില്ല, പകലില്ല, കാലം പോലും ജനിച്ചിട്ടില്ല എന്ന് ഭട്ടതിരിപ്പാട് അങ്ങനെ സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാലം പോലും ഉണർന്നിട്ടില്ല. കാലം ഉണർന്നു കഴിഞ്ഞാൽ കർമ്മം ഉണരും.
കാലം, കർമ്മം, സ്വഭാവം. ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു. കാലം, കർമ്മം, സ്വഭാവം, ഇതൊക്കെയാണ് സൃഷ്ടിയിലേക്ക് നയിക്കുന്നത്. അപ്പം ഇത് അദൃഷ്ടം എന്നൊരു പേര്, കർമ്മം, അദൃഷ്ടമായ കർമ്മം ഭഗവാനിൽ ലയിച്ചു കിടക്കുകയാണ്. അതാണ് നിർലീനതാം ആയയു എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത്. അപ്പം അതിൻ്റെ വികാസമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? മായയെ ഉണർത്തി. എങ്ങനെ? ഈക്ഷാം ബിഭ്രാണേ സതി. ഈക്ഷണാം ക്രിയ വേറെ പലയിടത്തും സൂചന കാണാം. ഒരു നോട്ടം കൊണ്ട്, ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഒരു നോട്ടം കൊണ്ട് എങ്ങനെയാണ് ചില കാര്യങ്ങൾ ഉണർന്നത്. അങ്ങനെ കാലം ഉണർന്നു, കാലം മായയിൽ ക്ഷോഭം ഏൽപ്പിച്ചു. വിശദമായിട്ട് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതോടുകൂടി ത്രിഗുണങ്ങളിൽ ഇംബാലൻസ് വന്നു. ആ ഇംബാലൻസ് വന്നതോടുകൂടി സൃഷ്ടിയുടെ ഓരോ ഭാവങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടതാണ്. സത്വഗുണത്തിൽ നിന്ന് മനസ്സുണ്ടായി, രജോഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാധിഷ്ഠിത ദേവകളും ഉണ്ടായി, തമോ ഗുണത്തിൽ നിന്ന് സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ, അതിൻ്റെ സ്ഥൂലീകരണം, പഞ്ചീകരണ പ്രക്രിയ വഴി പഞ്ചഭൂതങ്ങളും സ്ഥൂല പഞ്ചഭൂതങ്ങളും അതിർന്ന് ബാക്കി എല്ലാം ഉണ്ടായി. പിന്നെ അതിലാണ് ആ ദൃഷ്ട സ്വഭാവമൊക്കെ നാലാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് മഹത്തത്വം, അതാണ് ബുദ്ധിതത്വം ഇതിൻ്റെ അകത്ത് സൂചിപ്പിച്ചു. സ്വയം ബുദ്ധിതത്വം അസൃജത്. ആ മഹത്തത്വത്തിൽ നിന്നാണ് പിന്നെ അഹംതത്വം, അഹങ്കാരം. അവിടെ നിന്നാണ് ഹരിതാമകീർത്തനം ആരംഭിക്കുന്നത്. മൂന്നായി പിരിഞ്ഞുടനെ എന്ന് പറയുന്നത് സാത്വിക, രാജസിക, താമസ ഭാവങ്ങളെയാണ് അവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് അതും ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ഒക്കെ സൂചനകൾ അതിൽ തന്നു. അതിൻ്റെ ക്രമം അനുസരിച്ച് ആണ് ദേവന്മാരും ഒക്കെ ഉണ്ടായത്. അതും ആറാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. രജോ ഗുണത്തെ ആശ്രയിച്ചാണ് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാധിഷ്ഠിത ദേവകളും, അതും അവിടെ സൂചിപ്പിച്ചു. പിന്നീട് പഞ്ചഭൂതങ്ങൾ, സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ, ആകാശം മുതൽ ഏറ്റവും സൂക്ഷ്മമായത് ആകാശം, സ്പേസ് എന്ന് പറയും. നമ്മൾ നേരത്തെ മുകളിലോട്ട് നോക്കി നീല നിറത്തിൽ കാണുന്ന ആകാശത്തിലെല്ലാം ഇവിടെ സ്പേസ്. ജീവിക്കാൻ, ഇരിക്കാൻ, ഒക്യുപ്പൈ ചെയ്യാൻ അവകാശം തരുന്നതുകൊണ്ടാണ് അതിനെ ആകാശം എന്ന് സൂചിപ്പിക്കാറുണ്ട്. അതിന് ആദ്യം ആകാശം, ആ ആകാശത്തിൻ്റെ വിഷയമാണ് ശബ്ദം. അപ്പം ആകാശം, വായു, ജലം, അഗ്നി, ഇതാണ് സ്ഥൂലമായിട്ട് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് പറയുന്നത്. അതുപോലെ അതിൻ്റെ വിഷയങ്ങളെ ഓർക്കണം. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. പിന്നെ അതതിൻ്റെ ഇന്ദ്രിയങ്ങൾ. അത്ര ഓർത്താൽ ഇതിൻ്റെ ഒരു എലിമെൻ്ററി, എന്താ പറയുക, പ്രാഥമിക ജ്ഞാനം നമുക്കുണ്ടാകും. അതേ ഇവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ദേവഗണങ്ങളുണ്ടായി. പക്ഷേ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഹിരൺമയമായ അണ്ഡം, അതാണ് ഹൈരണ്യം അണ്ഡം വ്യഥാന്ന് സൂചി. ഈ അണ്ഡം ഇങ്ങനെ വളരെ കാലം ഈ കാരണജലത്തിൽ കിടന്നു. അതെത്രയാണ് സൂചിപ്പിച്ചു? സഹസ്രം സമാധിഷ്ഠത് 10ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. അങ്ങനെ അത് വിരാട് രൂപത്തെ സ്വീകരിച്ചു. സാഹസ്രൈ കരപാദ മൂർധ്വനിവഹൈഹി നിർഭാത അസി. കൈകാലുകളൊക്കെ ഇങ്ങോട്ട് വന്നു. ഇതാണ് വിരാട് പുരുഷൻ്റെ ഉത്പത്തിയെ സൂചിപ്പിച്ചുള്ള 5ാമത്തെ ദശകം. ഇനി അതിൻ്റെ സ്വരൂപ വർണ്ണന രമണി വായിക്കും. അടുത്ത 6ാമത്തെ. ഓം സമസ്തനാമയം നമാമി ചിന്മയം ദേവ സത്യം ബ്രഹ്മവിദ്വരം. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമ. ഓം ശ്രീ ചിന്മയ ശിഷ്യ സദ്ഗുരവേ നമ. ദശകമാണ് വിരാട് സ്വരൂപ വർണ്ണനം. ഏവം ചതുർദശരന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി. പാദോധ്വദേശമവിദേവരസാതലം ദേ ഉദ്ധദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ.
ജംഘേതലാതലമധോ സുതലച്ഛജാനോ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേദ്വേ ക്ഷോണീതലം ജഗനമംബരമംഗ നാഭിവക്ഷച്ച ശക്രനിലയത്തവ ചക്രപാണി ഗ്രീവാമഹത്തവ മുഖച്ച ജനത്തവസ്തു ഭാലം ശിരത്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരവി അന്യൈ നിബദ്ധവപുഷോ ഭഗവൻ വപുഷേ ഭഗവൻ നമസ്തേ ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ഛന്ദാംസി കേശവ ഘനാതവ കേശപാശാ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഗണസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസോ സവിതാ ച നേത്രേ നിശേഷ വിശ്വരചനാ ജഗണാക്ഷമോക്ഷ കർണൗ ദിശോഷിയുഗളം നവനാസികേദ്വേ ലോകത്രവേജ ഭഗവന്നതലോത്തരോഷ്ടൗ താരാഗണാച ദശനാശമനശ്ചരംഷ്വാ മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വദനമീശ ശകുന്തവന്തി സിദ്ധാദയ സ്വരഗണാമുഖരന്ദ്രമഗ്നി ദേവാഭുജ കനയുഗം തവ ധർമ്മദേവ പൃഷ്ട്വന്തധർമ്മൈകദേവ മനസ്സുധാംശു അവ്യക്തമേവ ഹൃദയാഭുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹാവസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസോ വൃഷണൗ ച മിത്ര ശ്രോണിസ്ഥലം മൃഗഗണാ പതയോ നഘാസ്യേ ഹസ്ത്യുഷ്ടസൈന്ധവമുഖാഗമനന്തുകാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരു ചാരൂരുക്മചരണം കരുണാംബുദീതേ സംസാരചക്രമൈ ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണാസ്തി കുലാനി ശൈലാ നാഭ്യ സരിൽ സമുദയധരവച്ചരോമ ഗീയാദിദംബപുരനിവദനീയമീശ ഈദൃജന്മയവമുത്തവകർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മബഹുഷേ വിമലാത്മനീതി വാതാലയാധിപ നമോസ്തു രുദ്രയോഗാൻ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രോഗാൻ എന്ന് പ്രാർത്ഥിച്ച് പ്ലൂറലാണ്. സർവാമയ വിനാശനായ എന്നുള്ള ഇതിൻ്റെ അർത്ഥം ദേഹമുണ്ടോ രോഗമുണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ രോഗം മുഴുവൻ ഇല്ലാതാകണമെന്ന് പ്രാർത്ഥിച്ചാൽ ദേഹം എടുക്കാതിരിക്കണേ എന്നർത്ഥം. ജന്മം എടുത്താൽ ദേഹം ഉണ്ടായേ മതിയാവും, അപ്പം ജന്മം ഉണ്ടാകരുത് എന്നർത്ഥം. കർമ്മം ബാക്കി കിടന്നാൽ ജന്മം ഉണ്ടായേ പറ്റൂ, അപ്പം കർമ്മം ഉണ്ടാകരുത് എന്നർത്ഥം. കർമ്മത്തിന് കാരണം അജ്ഞാനം. അപ്പം എന്താ പ്രാർത്ഥന? സട്ടിലസ്റ്റ് പ്രയർ, ഏറ്റവും സൂക്ഷ്മമായ പ്രാർത്ഥന ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ എല്ലാ പ്രാർത്ഥനകളും ഈ അജ്ഞാനം നീങ്ങി മോക്ഷപ്രാപ്തിക്കുള്ളതാണ് എന്നറിയാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതും ഒരുപാട് നമ്മൾ വിശദീകരിക്കാൻ സമയക്കുറവുകൊണ്ടും നമ്മൾ ഓടിച്ച് പോകേണ്ടതായിട്ടിരിക്കുന്നു. ഇത്തിരി സൂപ്പർ ഫാസ്റ്റ് പോകേണ്ടതുണ്ട്. വിരാട് സ്വരൂപത്തിൻ്റെ വർണ്ണന. എന്താ വിരാട് സ്വരൂപം? എന്തിന് വിരാട് സ്വരൂപ വർണ്ണന? സ്ഥൂല ബുദ്ധികൾക്ക് സൂക്ഷ്മമാകുന്നത് വരെ സ്ഥൂലത്തെ ആരാധിക്കൂ, സ്പഷ്ടമായിട്ട് പറയുന്നത്. സ്ഥൂലത്തെ ആരാധിച്ച് സൂക്ഷ്മതയിലേക്ക് വരണം. അതിന് ഈ പ്രപഞ്ച ലോകം മുഴുവൻ കൂടെ ചേർന്ന് ഭഗവാന്റെ രൂപമായിട്ട് ഗുൽഫദ്വയം മഹാതലം, ഒരു മഹാതലം, രസാതലം, ഇങ്ങനെ 14 ലോകം അങ്ങനെ പറയാറില്ല. അതിനെയൊക്കെ ഇവിടെ വർണ്ണിച്ചു. ആകാശം, മാറിടം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം ബ്രഹ്മാവിൻ്റെ ലോകമാണ്. ഇന്നലെ നമ്മൾ കണ്ടു, സത്യലോകമാണ് ബ്രഹ്മാവിൻ്റെ ലോകം, അത് ഇത് ദേവന്മാരെന്തൊക്കെയാണ്. ഇതിൻ്റെ ഏതാണ്ട് ഒരു ആവിഷ്കാരമാണ് വിശ്വരൂപ ദർശനമായിട്ട് 11ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ കാണിച്ചു കൊടുത്തത്. അതിലിത് മുഴുവനും കണ്ടു. അതുകൊണ്ടാണ് ഒരു നെവർ എൻഡിങ് പ്രോസസ്സായിരുന്നു. ഈ നമ്മുടെ ഗുരുദേവൻ പറയാറുണ്ട്, 11ാം അധ്യായത്തിലെ വർണ്ണന കണ്ടിട്ട് ആരോ വരയ്ക്കാൻ ശ്രമിച്ചു അത്രയെന്ന്. എവിടെ വരയ്ക്കാനാണ്?
അനന്തവും അപാരവും അഗാധമായിട്ട് കിടക്കുന്ന ഈ രൂപത്തെ എവിടെ കൊണ്ടിട്ട് എങ്കിലും ചിലയിടത്തൊക്കെ കാണാം നമ്മൾ കുറച്ചിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം അല്ലേ, ദേ ആർ ഇൻ മീ, ഐ ആം നോട്ട് ഇൻ ദം, നചാഹം തേഷു അവസ്ഥിത. ഒരു ഗുരുദേവ് പറഞ്ഞ ഫോർമുല ഇങ്ങനെ മനസ്സിലിങ്ങനെ തിളങ്ങി നിൽക്കുന്നതാണ്. ദേ ആർ ഇൻ മീ, ഐ ആം നോട്ട് ഇൻ ദം, നചാഹം തേഷു അവസ്ഥിത. അത് നമുക്ക് ഓർക്കാം. അടുത്ത അധ്യായത്തിൽ, വീണ്ടും അധ്യായം എന്ന് പറഞ്ഞു, സാരമില്ല, ക്ഷമിക്കുക. ഇങ്ങനെ ഭഗവാന്റെ രൂപം വന്നു. ഭഗവാന്റെ നാഭിപ്രദേശത്ത് നിന്ന് ഒരു താരം. അപ്പം ലോകത്ത് ആദ്യം ഉണ്ടായത് അവതാരം വിരാട് പുരുഷൻ, അത് കഴിഞ്ഞുള്ളത് താമര അവതാരം. അത് അവതാരങ്ങളുടെ ലിസ്റ്റിലില്ലല്ലോ, നമ്മൾ കൂട്ടിക്കുള്ളൂ. ആദ്യം ഉത്ഭവിച്ചത് ഭഗവാന്റെ നാഭിപ്രദേശത്ത് നിന്ന് താമര. ആ താമരയിൽ ബ്രഹ്മദേവൻ ഇന്നലെ പറഞ്ഞ ആവിർഭൂതനായി. അതുകൊണ്ട് ആ സ്വയംഭൂ എന്നൊക്കെ പേര് പറയാറുള്ളത്. അതാണ് ഇതിൽ ഇനി വായിക്കാനുള്ള ഗീത നായ ഗീത ലിസ്റ്റിൽ ഇനി ഒരാളോടാണുള്ളത്. ജഗദ്രൂപേണ ജാതപുനാ തസ്യോത്സം ഭഗവതോ സത്യലോകനിലയേ യാദോസി ദാദാ സ്വയം യം ചം ചന്ദി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ ഭൂസ്ഫീതരജോ വികാരവികസൻ നാനാസിസ്വയക്ഷാരസഃ സ്വയം വിശ്വവിസർഗദത്തഹൃദയ സംവശ്യമാന സ്വയം ബോധം കല്യനവാപ്യ വിശ്വവിഷയം ഇന്ദ്രാനിലസ്തസ്ഥിതാൻ താവത്തം വലുതാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചെറുതാണ്. അല്ല ഇത് വരുന്ന നിർത്തുകയാണ്, ടബുക്കാലാകും. ഇതവിടെ ആവശ്യമില്ല. ദിവ്യം വർഷസഹസ്രമാതമസ തേന തുമാനാദിത തസ്മൈരശ്മിതവാനസി സുനിലയം വൈകുണ്ഠമേകാത്ഭുതം മായാ യത്ര കഥാ വിനോ വിദുരതേ പാദേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധവിമോഹസാധ്വസമുഖ ഭവാസ്തു ദൂരം ഗതാഃ സാദാനന്ദശരീരയത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേതാമവികാവിതം വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാദശിശോ നാനാഭൂഷണരത്നദീപിതശിശോ രാജാതിമാനാലയഃ ഭക്തിപ്രാപ്തതഥാവിദോ ഭിന്നതപദ ദിവ്യന്തി ദിവ്യാജനാ തത്തേനാമനിരസ്ത സർവശമനം വൈകുണ്ഠരൂപം ജയേത് നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രനർത്തയാ വിദ്യോദിതാ ശാന്തരാം ത്വത്പാദാംബുജസൗരഭ വൈകപുതുക രശ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയം ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ തത്രൈവം ഭഗസ്സിരേ നിജപദേ രത്നാശ്രനാപ്യാസിതം ഭാസ്വത്കോടിലീലഘടകാ കൽപ്പദീ പ്രാഗദീ ശ്രീവശാങ്കിതമാതകൗസ്തുതമണി ഛായാരുണം കാരണം വിശേഷം തവ രൂപമൈക്ഷതവിധി തത്തേ വിഭോ പാതുമേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
കാളാബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്ണാനമുദാരമന്ദഭസിത സ്കന്ധപ്രസന്നാനനം രാജകമ്പുകധാരി പങ്കജധര ശ്രീമത് പൂജാമണ്ഡലം സൃഷ്ടുസ്തുഷ്ടികരം ബഹുസ്തവ വിഭൂ അബ്ലോകമുദ്വാസേത് ദൃഷ്ട്വാ സംവൃത സംഭ്രമ കമലപുസ്തപാദപാദോരുഹേ കർഷാവേശവംശവദോ നിവദിത വിദ്യാദീപമൻ ജ്ഞാനാസേവ്യ സേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയാ ദ്വൈതാദ്വൈതോദ്ഭവരമി വിദ്യാചഷ്ടതം ത്വം. 7 ലോകങ്ങൾ പാതാളമായിട്ട് സൂചിപ്പിക്കുന്നു. നടുക്കുള്ള ഭൂമി അങ്ങനെയാണ് 14 ലോകങ്ങളെ സൂചിപ്പിക്കുന്നത്. അതിൽ ബ്രഹ്മാവിൻ്റെ ആവിഷ്കാരം എന്തിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാവിനെ ആവിഷ്കരിച്ചത്? സൃഷ്ടികർമ്മം. സൃഷ്ടിക്ക് എപ്പോഴും രജോ ഗുണം കൂടിയേ കഴിയൂ. രജസിൻ്റെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. സത്വഗുണം പ്യൂരിറ്റി അഥവാ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. രജോ ഗുണം ആക്ടിവിറ്റി കർമ്മ ഭാവത്തെ സൂചിപ്പിക്കുന്നു. തമോ ഗുണം ഡൾനെസ് നിദ്ര ആലസ്യം പ്രമാദം എന്നൊക്കെയാണ് തമോ ഗുണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് അത് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു. ഭഗവാൻ തന്നെ ബ്രഹ്മദേവൻ്റെ ഭാവത്തിൽ ആവിഷ്കരിക്കും. എന്തുകൊണ്ട്? മൂന്നായ മൂർത്തികൾ ഒന്നായി വിളങ്ങിന നിന്നെയും നീ ഒഴിഞ്ഞാരറിഞ്ഞിടുവോ. അപ്പം അത് സൂചിപ്പിച്ചു. അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് വേണ്ടിയിട്ട് രജോഗുണത്തെ ആശ്രയിച്ച് ഭഗവാൻ തന്നെ ബ്രഹ്മാവായിട്ട് സ്വയം മാറി. പക്ഷെ ആ ബ്രഹ്മാവിന് ഉടനെ ഒരു ചിന്ത ഇന്നലെ നമ്മൾ പറഞ്ഞു. എന്താ ഞാൻ ആരെന്ന് ആദ്യം ചിന്ത തുടങ്ങിയത് ലോകത്തിൽ ആദ്യം ഉണ്ടായ ബ്രഹ്മദേവൻ തന്നെയാണ്. ഹു ആമായി അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരെത്തുംപിടിയും കിട്ടിയില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തു തൻ്റെ സോഴ്സ് അന്വേഷിച്ചതെന്ന്. അങ്ങനെ ബ്രഹ്മാവാണ് ആദ്യമായിട്ട് ചിന്തിച്ചത് കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല. ദർ കനോട്ട് ബി ആൻ ഇഫക്റ്റ് വിത്തൗട്ട് എ കോസ്. ആ കോസേഷൻ ഹണ്ടിങ് ഗുരുദേവ് ഉപയോഗിക്കുന്നൊരു വാക്കതാണ്. കോസേഷൻ ഹണ്ടിങ് തുടങ്ങി വെച്ചത് ബ്രഹ്മദേവൻ. പക്ഷെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് രണ്ടാമത്തെ ശ്ലോകം തപ തപ ഇതി ഏവം ശ്രുതി സുഖ. അല്ലേ? വളരെ സുഖകരമായ ശബ്ദത്തിലാണ് തപ തപ എന്ന ഇൻസ്ട്രക്ഷൻ കേട്ടത്. അതെങ്ങനെ? തപപ്രേരണ. ഭഗവാന്റെ പ്രേരണ കൊണ്ട് അങ്ങനെ ശബ്ദം കേട്ടു. കഴിഞ്ഞപ്പോഴോ ഇതാരാണ് ഇതെന്നോട് പറഞ്ഞത്? ശബ്ദമാകുന്ന കാര്യം കേട്ടെങ്കിൽ അതിന് പറയുന്ന ഒരാളാകുന്ന കാരണം ഉണ്ടാവണം. വെറുതെ ശബ്ദം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വളരെ കാലം തപസ് ചെയ്തു. വൈകുണ്ഠലോകം, അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ച വൈകുണ്ഠം ദർശിതവാൻ അസി. ഭഗവാന്റെ ഗംഭീരമായ വൈകുണ്ഠലോകത്തെ കാണിച്ചു കൊടുത്തു. ആ വൈകുണ്ഠ ഭാവം രൂപം ജയിക്കട്ടെ. വൈകുണ്ഠം എന്നുള്ള ശബ്ദത്തെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് ഇനി അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. ആ വൈകുണ്ഠം ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഭഗവാന്റെ ഭാവത്തെ സൂചിപ്പിക്കുന്നു. 5-ാമത്തെ ശ്ലോകത്തിൽ ആ ലോകത്തെ വർണ്ണിച്ചു. പിന്നെ ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു തത് തേ പദം തേ തത്പദം മേ ദേഹി. അങ്ങനെ അതിഗംഭീരമായ ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകത്തെ എനിക്ക് തരും. അവർ രോഗമൊക്കെ അങ്ങോട്ട് മറന്ന് സ്വല്പ നേരത്തേക്ക് രോഗം മാറണമെന്നല്ല അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ വിസ്മയനീയ ദിവ്യ വിഭവം തേ പദം മേ ദേഹി, എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട്? വൈകുണ്ഠത്തിലെത്തിയാൽ പിന്നെ രോഗം മാറണേന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കുണ്ഠകൾക്കും അതീതമായ ഭാവം, പിന്നെന്തിന് രോഗം മാറാൻ പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് പ്രാർത്ഥിച്ചു അല്ലേ? ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാ തവ രൂപമൈക്ഷത വിധി തത്തേ വിഭോ ഭാതുമേ. തത് തേ ഭാതു തേ തത് മേ
ഭാതു, ഭഗവാന്റെ അതിസുന്ദരമായ രൂപം എനിക്ക് ഉള്ളിൽ തെളിഞ്ഞു കാണണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ ഭഗവാന്റെ രൂപം ഒന്നുകൂടി വിശദമായിട്ട് വർണ്ണിച്ചു. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിത സ്യന്ദപ്രസന്നാനനം രാജത് കമ്പുകധാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടു തുഷ്ടികരം വപു തവ വിഭോ മദ്രോഗമുദ്വയാസേത്. ഇനി വൈകുണ്ഠം കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, രോഗമൊന്ന് മാറി കിട്ടട്ടെ. വീണ്ടും പ്രാർത്ഥിച്ചു. ദേഹബുദ്ധി അല്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എന്ത്? രോഗം മാറി കിട്ടണേ അത് പ്രാർത്ഥിച്ചു. പിന്നെ ഭഗവാനെ നമസ്കരിച്ചു. ഇത് ഗംഭീരമായിട്ട് 2-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മസ്തുതി പലതുണ്ട്, നേരത്തെ സൂചിപ്പിച്ചു. 2-ാമത്തെ സ്കന്ധത്തിലുണ്ട്, 3-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. പിന്നീടാണ് ദശമസ്കന്ധം 14-ാം അധ്യായത്തിലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ബ്രഹ്മസ്തുതി എന്ന് മാത്രം പറഞ്ഞാൽ ഭാഗവത കുതുകികൾ ദശമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായം വത്സസ്തയത്തെ തുടർന്നുള്ള ബ്രഹ്മസ്തുതിയാണ് ചിന്തിക്കുക. ഏതായാലും സ്തുതി വെച്ചു, ഭഗവാൻ അനുഗ്രഹിച്ചു, ഭഗവാനെ നമസ്കരിച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു. ഭഗവാൻ എൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ്? സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയും സർവാത്മകനുമായ ഭഗവാനോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും ഔപചാരികതയുടെ എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് എന്നെ ഞാൻ പറയാണ്. എന്താ എനിക്ക് വേണ്ടത്? സ്വരൂപപരം തജ്ഞാനം ആപാദയാ. പ്രപഞ്ച സൃഷ്ടിയാണ് എൻ്റെ നിയോഗം എന്ന് എനിക്ക് മനസ്സിലായി. ഭഗവാനെ അതിനുള്ള ജ്ഞാനം തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ആദ്യമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് തുടങ്ങി വെച്ചത് ആരാണ്? സംശയം ഉണ്ടെങ്കിൽ 10-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ആതാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ. ഇതല്ലേ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്നത്. ഹസ്തേന ഹസ്തേ സ്പൃശൻ, കൈക്ക് പിടിച്ച്. എന്തുകൊണ്ട്? നമസ്കരിച്ച് കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. വടക്കോട്ടൊക്കെ നമ്മൾ ഈ നമസ്കാരത്തിന് അങ്ങനെ എഴുതിയിട്ടുണ്ട്. നമസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് അവരെ സ്പർശിച്ചെങ്കിൽ എഴുന്നേറ്റു. ആദ്യമൊന്നും നമുക്കിത് മനസ്സിലായില്ല. ഇവരെ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നില്ലല്ലോ, പിന്നെ മനസ്സിലായത് നമ്മളൊന്ന് സ്പർശിച്ച് കഴിഞ്ഞാൽ ആ അനുഗ്രഹം കിട്ടിയതായിട്ട് തോന്നിയെങ്കിൽ പിന്നെ കൂടെ എഴുന്നേക്കും. തെക്കോട്ട് അതില്ല, അനുഗ്രഹം കിട്ടിയാലും കേട്ടില്ല, ഞാൻ എൻ്റെ ജോലി തീർത്തുന്ന തമാശന് പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കരുത്. ഇപ്പം ബ്രഹ്മാവ് അങ്ങോട്ട് എഴുന്നേക്കാതിരുന്നപ്പോൾ ഭഗവാൻ നോക്കി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഹസ്തേന ഹസ്തേ സ്പൃശൻ, കൈ പിടിച്ചു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു ഇത്യാഭാഷ്യഗിരം പ്രത്യോഷനിരാം തച്ചിത്ത കൂടെ സ്വയം. അങ്ങേക്ക് അറിവൊക്കെ എല്ലാം ഉള്ളിലുണ്ട്. അതുകൊണ്ട് സൃഷ്ടി ആരംഭിച്ചോളൂ എന്ന്. പലപ്പോഴും വരുന്നത് ഈ ഉള്ളിൽ നമുക്ക് അറിവുണ്ടെങ്കിലും പലപ്പോഴും അത് അൺമാനിഫെസ്റ്റ് എന്ന് പറയില്ലേ, അൺമാനിഫെസ്റ്റ് ആയിട്ടിരിക്കും. അത് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗുരുനാഥൻ്റെ അനുഗ്രഹം, ഭഗവാന്റെ കാരുണ്യമൊക്കെ വേണം. അത് ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ചു. ഇനി അങ്ങോട്ട് സൃഷ്ടിയും കാര്യങ്ങളൊക്കെ വർണ്ണിക്കുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരു 9:15 തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് പ്രാതൽ കഴിച്ച് നമുക്ക് ആരംഭിക്കാം. കാരണം വളരെ വളരെ പെട്ടെന്ന് നമുക്ക് പോയെങ്കിൽ കുറച്ച് അത്യാവശ്യം ചിന്തിക്കേണ്ട ഭാഗം കൂടുതൽ വരുന്നിടത്ത് ചിന്തിക്കാൻ സമയം കിട്ടും. അതിന് ഭഗവാന്റെ കാരുണ്യം, ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരിയ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വദാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം ശ്രീ മഹാസരസ്വതീ നമഃ.
ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീനയനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം നമാമി കൃഷ്ണം കരുണാപയോധിം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരീ ഹന്ത ഭാഗ്യം ജനാനാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ശ്രീ സദ്ഗുരുനാഥാ ശരണം. സ്വാമീ ശരണമയ്യപ്പ.